നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി ദേശീയപാത കൊരട്ടിക്ക് സമീപം പെരുമ്പിയിൽ കണ്ടെയ്നർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. ഡാമുകൾ തുറന്നതോടെ ചാലക്കുടി പുഴയിൽ ജലവിധാനം കൂടുതൽ ഉയർന്നു. ശനിയാഴ്ച ശക്തമായ മഴയാണ് ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്തത്. നിലവിൽ ചാലക്കുടി പുഴയിൽ 6.52 മീറ്ററാണ് വെള്ളം. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്നു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ 1ാം സ്ഥാനം നേടി. വാർത്തകൾ വിശദമായി. ചാലക്കുടി ദേശീയപാത കൊരട്ടിക്ക് സമീപം പെരുമ്പിയിൽ കണ്ടെയ്നർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. പെരുമ്പിയിൽ ഇന്ത്യൻ കോഫി ഹൌസിന് സമീപം ശനിയാഴ്ച രാത്രി 10:45 സംഭവം. കോഫി ഹൌസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ലോറി കൊരട്ടി ചാലിലേക്ക് മറിയുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരെ നിസ്സാര പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൈസൂരിലേക്ക് പോവുകയായിരുന്നു ലോറി. ആലുവയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് റബ്ബർ കയറ്റിപ്പോയ പിക്കപ്പ് വാനാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നത്. പ്രദേശത്ത് വഴിവിളക്കുകളോ അപകട സൂചികാ ബോർഡുകളോ ഇല്ലാത്തത് അപകട കെണിയാവുകയാണെന്നാണ് ആക്ഷേപം. ഡാമുകൾ തുറന്നതോടെ ചാലക്കുടി പുഴയിൽ ജലവിധാനം കൂടുതൽ ഉയർന്നു. ശനിയാഴ്ച ശക്തമായ മഴയാണ് ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്തത്. പറമ്പിക്കുളം ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. തമിഴ്നാട് ഷോളയാർ ഡാം തുറന്നതിനാൽ അധിക ജലം കേരള ഷോളയാർ ഡാമിൽ എത്തുന്നുണ്ട്. 3908 ഖനയടി വെള്ളവും പവർ ഹൌസ് പ്രവർത്തിപ്പിക്കുന്നതിനാൽ അവിടെ നിന്നുള്ള 640 ഖനയടി വെള്ളവും കേരള ഷോളയാർ ഡാമിൽ എത്തുന്നുണ്ട്. ഡാമിലെ ജലവിധാനം ഉയർന്നതിനാൽ കേരള ഷോളയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ 2 അടി വീതം ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 150 ഖനയടി വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നതായാണ് കണക്ക്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 സ്ലൂയിസ് വാൽവുകളും 7 സ്പിൽവേ ഗേറ്റും തുറന്നതിനാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വരികയാണ്. ചാലക്കുടി പുഴയിൽ നിലവിൽ 6.52 മീറ്ററാണ് വെള്ളം. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്നു. പതഞ്ജലി യോഗ ട്രെയിനിംഗ് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ എ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേശീയ ഗാനത്തോടൊപ്പം നമ്മുടെ ത്രിവർണ്ണ പതാക ആ സ്ക്രീനിന് മുകളിലൂടെ ഉയരുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചിട്ട് ഈ 146,76,733 ഇന്നത്തെ പോപ്പുലേഷൻ ക്ലോക്ക് പ്രകാരം അത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഇന്ത്യൻ പതാക അവിടെ ഒളിമ്പിക് വേദിയിൽ ഉയരുന്നത്. TCS എക്സിക്യൂട്ടീവ് മെമ്പറും സെന്റ് ലിയോബ അക്കാദമി പ്രിൻസിപ്പലുമായ സിസ്റ്റർ ജെയിൻ മാത്യു മുഴയിൽ അധ്യക്ഷത വഹിച്ചു. TCS എക്സിക്യൂട്ടീവ് മെമ്പറും പ്രിൻസിപ്പലുമായ KR വിജയലക്ഷ്മി, സ്കൂൾ മാനേജർ C രാകേഷ്, മോഹനൻ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ 1ാം സ്ഥാനവും നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ 2ാം സ്ഥാനവും ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി PN ഗോപകുമാർ നിർവഹിച്ചു. കൂലി വർധനവ് ആവശ്യപ്പെട്ട് എടമുട്ടം പാലപ്പെട്ടിയിലെ സപ്ലൈകോ ചാവക്കാട് താലൂക്ക് ഡിപ്പോ ഓഫീസിലേക്ക് INTUC ചുമട്ടുതൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. ചാവക്കാട് കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ 33 മാവേലി സ്റ്റോറുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിറക്ക് നടത്തുന്നു. തൊഴിലാളികൾക്ക് 1.5 വർഷമായിട്ടും കൂലി പുതുക്കി നിശ്ചയിക്കാത്തതുകൊണ്ട് ജില്ലാ ലേബർ ഓഫീസർ ഓർഡർ ഇട്ടത് പ്രകാരമുള്ള 18% കൂലി വർധനവും മുൻകാല പ്രാബല്യവും ഉടൻ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് INTUC പാലപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് ആവശ്യമായ കൂലി കൊടുക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. മുൻകാലങ്ങളിൽ കൊടുത്തതിന് ഒപ്പം തന്നെ കൊടുക്കാൻ പോലും കഴിയാതെ ഉത്തരവിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ഞങ്ങൾക്ക് ഇനി കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഞങ്ങൾ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഞങ്ങളുടെ പണി ചിലപ്പോൾ നഷ്ടമാകാം, സ്ഥാപനം ചിലപ്പോൾ ബുദ്ധിമുട്ടിനാകാം, നാളുകളിൽ ചിലപ്പോൾ ഇത് ലഭ്യമാക്കേണ്ടെന്ന് പാവപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് PK ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് അംഗം MI അഷ്റഫ്, INTUC റീജിയണൽ പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി, MM ഇക്ബാൽ, KH കബീർ, ഗ്രാമപഞ്ചായത്ത് അംഗം വൈശാഖ് വേണുഗോപാൽ, അഭിലാഷ് തേവർക്കാട്ടിൽ,
സജിത്രൻ തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാളാക്കടുപ്പൂക്കര സെന്റ് ജെയിംസ് ദേവാലയത്തിൽ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ പ്രിൻസ് പരത്തനാൽ തിരുനാൾ ദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. എടത്തിരുത്തി പല്ലയിൽ കനത്ത കാറ്റിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് മസ്ജിദിന് നാശനഷ്ടം. പല്ല മദരിയ മസ്ജിദിന് മുകളിലാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് പ്രദേശത്ത് കനത്ത കാറ്റ് വീശിയത്. പള്ളിപ്പറമ്പിലെ മാവിന്റെ കൊമ്പാണ് മസ്ജിദിന്റെ മുകളിൽ വീണത്. ഷീറ്റ് മേഞ്ഞ ഭാഗം തകർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ദേശീയപാത കൊരട്ടിക്ക് സമീപം പെരുമ്പിയിൽ കണ്ടെയ്നർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. ഡാമുകൾ തുറന്നതോടെ ചാലക്കുടി പുഴയിൽ ജലവിധാനം കൂടുതൽ ഉയർന്നു. ശനിയാഴ്ച ശക്തമായ മഴയാണ് ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്തത്. നിലവിൽ ചാലക്കുടി പുഴയിൽ 6.52 മീറ്ററാണ് വെള്ളം. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്നു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ 1ാം സ്ഥാനം നേടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.